എൻ ലംഘനങ്ങൾ ഞാനവനോടറിയിച്ചപ്പോ എൻ പാപത്തിൻ്റെ കുറ്റമവൻ ക്ഷമിച്ചു തന്നു. എൻ ലംഘനങ്ങൾ ഞാനവനോടറിയിച്ചപ്പോ എൻ പാപത്തിൻ്റെ കുറ്റമവൻ ക്ഷമിച്ചു തന്നു. പാട്ടോട് ഞാനവനെ പുകഴ്ത്തിടുമേ, ഘോഷിച്ചിടും ഞാനവൻ്റെ ഗുണഗണങ്ങൾ. പാട്ടോട് ഞാനവനെ പുകഴ്ത്തിടുമേ, ഘോഷിച്ചിടും ഞാനവൻ്റെ ഗുണഗണത്തെ. സങ്കടങ്ങൾ ഞാനവനോടറിയിച്ചപ്പോൾ എന്നന്തരംഗം ആശ്വാസത്താൽ നിറഞ്ഞു വന്നു. എൻ സങ്കടങ്ങൾ ഞാനവനോടറിയിച്ചപ്പോൾ എന്നന്തരംഗം ആശ്വാസത്താൽ നിറഞ്ഞു വന്നു. അവങ്കിലേക്കു നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം തെല്ലും ലജ്ജിച്ചതില്ല. അവങ്കിലേക്കു നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം തെല്ലും ലജ്ജിച്ചതില്ല. വേദനകൾ ഞാനവനോടറിയിച്ചപ്പോ തൻ വൻകൃപയെനിക്കു പാരൻ പകർന്നു തന്നു. സൗഖ്യമാക്കൂ യഹോവയൻ പിതാവാകയാൽ, സൗഖ്യമെന്റെ അവകാശം സംശയമില്ല. സൗഖ്യമാക്കൂ യഹോവയൻ പിതാവാകയാൽ, സൗഖ്യമെന്റെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി പഴിചാരി രക്ഷപ്പെടുവാൻ നോക്കിയ ദമ്പതികളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തെ നോക്കുമ്പോൾ 1, 2, 3 അധ്യായങ്ങളിൽ സൃഷ്ടിച്ച വിഷയം, സൃഷ്ടിച്ച വിധം, സൃഷ്ടികൾക്ക് സംഭവിച്ചത് ഇങ്ങനെ ക്രമത്തിൽ പഠിച്ചുവെങ്കിലേ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുവാൻ സാധ്യമാകത്തുള്ളൂ. 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യനായ ആദാമിനെയും ഹവ്വയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചെന്ന് കാണുന്നു. അതായത് ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനിൽ ഹവ്വായും ഉണ്ടായിരുന്നു. അതാണല്ലോ ആണും പെണ്ണും എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ചത്. 1-ാം അധ്യായം സൃഷ്ടിച്ച വിഷയങ്ങളാണ്. 2-ാം അധ്യായത്തിലാണ് അവരെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് കാണുന്നത്. അതായത് യഹോവയായ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇതിന് ശേഷം സംഭവിച്ച സൃഷ്ടിപ്പാണ് ഹവ്വ. 1-ാം അധ്യായത്തിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നുള്ള വിഷയം അവതരിപ്പിച്ചിട്ട് 2-ാം അധ്യായത്തിലാണ് ഹവ്വായെ സൃഷ്ടിച്ച വിധങ്ങളെക്കുറിച്ച് പറയുന്നത്. 2-ാം അധ്യായത്തിൽ ആദാമിനെ ദൈവം സൃഷ്ടിച്ച അനന്തരം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന് നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ദൈവം നിലത്ത് മുളപ്പിച്ചു. അനന്തരം ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദനിൽ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി. എന്നിട്ട് പറഞ്ഞ കാര്യമാണ്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മധർമ്മങ്ങളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം ആദാമിനെ സൃഷ്ടിച്ച നിത്യനായ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണല്ലോ. അപ്പോൾ ആദാമിനെ സൃഷ്ടിച്ചതും മരണമില്ലാത്തവനായിട്ടായിരുന്നു. എന്നാൽ ഇവിടെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ തെറ്റിച്ചാൽ അന്ന് നീ മരിക്കും, അതാ നീ മരണമുള്ളവനായി തീരും എന്ന് ആദാം പഴം പറിച്ചു തിന്നുവോ അന്ന് മുതലാണ് മരണം അവനിൽ ഉണ്ടാകാൻ ഇടയായിത്തീർന്നത്. ദൈവം ഹവ്വായെ സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ വാരിയിൽ നിന്നാണെന്ന് വചനം പഠിപ്പിക്കുന്നു. ഏതായാലും ശത്രുവായ സാത്താൻ ഹവ്വായെ വശീകരിച്ചും വഞ്ചിച്ചും പ്രലോഭിപ്പിച്ചും അവളെ കൊണ്ട് പഴം പറപ്പിച്ച് തീറ്റിച്ചു. പ്രത്യക്ഷത്തിൽ അവൾക്കൊന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ വെളിച്ചത്തിൽ സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് അവൾ അടിമയായി. തിന്ന പഴത്തിൻ്റെ ശേഷിപ്പ് ആദാമിന് കൊടുത്തു. എപ്പോൾ അവൻ അത് ഭക്ഷിച്ചോ അപ്പോൾ ദൈവം പറഞ്ഞതുപോലെ അവൻ മരണമുള്ളവനായി തീർന്നു. ഇവിടെയാണ് ദൈവിക കോടതിയുടെ മുൻപാകെ വിസ്തരിക്കപ്പെടുന്നത്. മരണമുള്ളവനായി തീർന്നതിനാൽ അവനിൽ ഭയമുളവായി. ദൈവം കാണാതെ ഇരിപ്പാൻ മരത്തിൻ്റെ നിഴലിൽ ഒളിച്ചിരുന്നു. ദൈവം വിളിച്ചു, നീ എവിടെയെന്ന്. ആദാം നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ദൈവത്തെയും ആദാം പ്രതികൂട്ടിലാക്കി. നീ എനിക്ക് തന്ന സ്ത്രീ, അതായത് എന്നോടുകൂടി ഇരിപ്പാൻ നീ തന്നിട്ടുള്ള ഈ സ്ത്രീ വൃക്ഷഫലം തന്നു ഞാൻ തിന്നുകയും ചെയ്തു. ആദാം ഹവ്വായിൽ പഴിയാരി. ദൈവം സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവൾ പാമ്പിനെ പഴിയാരി. എന്നാൽ ഇവർ ദൈവമുൻപാകെ അവൾ ചെയ്തു പോയ തെറ്റുകളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് കരുണ ലഭിക്കുകയും
ദൈവം ക്ഷമിക്കുകയും ചെയ്യുമായിരുന്നു. പ്രിയ ശ്രോതാക്കളെ, ദൈവവചനം പറയുന്നത് ലംഘനങ്ങളെ ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കുമെന്നാണ്. എന്നാൽ മരണമില്ലാതിരുന്ന ആദാമിന് ലഭിച്ച വലിയ ശിക്ഷയാണ് അവൻ മരണമുള്ളവനായി തീർന്നത്. ആ ശിക്ഷയാണ് മനുഷ്യകുലം മുഴുവനും അനുഭവിക്കുന്നത്. 32-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയ മനുഷ്യഭാഗ്യവാൻ. ആ ഭാഗ്യപദവിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹത്തോട് വിളിക്കുന്നു. ദൈവം ഏവരെയും ഈ ചെറിയ ചിന്തയാൽ അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.